നമുക്കിന്നേ ഓണസദ്യയിലൊരു പ്രധാനപ്പെട്ട ഐറ്റമായ എരിശ്ശേരി ഉണ്ടാക്കിയാലോ? മത്തങ്ങ മൺപയറും ചേർത്തിട്ടുള്ള എരിശ്ശേരിയില്ലേ? അപ്പൊ ഓണക്കാലമൊക്കെ വരുമല്ലേ, നമുക്ക് അങ്ങ് ഉണ്ടാക്കാം അല്ലേ? വാ, അതിലേക്ക് ആവശ്യമായ മത്തങ്ങ എടുക്കുക, പിന്നെ പയറെടുക്കുക. ഒരു പാത്രം, ഒരു ഒരു 1/4 കപ്പോളം പയറെടുത്താൽ മതിയേ. അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഒരു മുറി തേങ്ങ, വെള്ളുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. കുക്കർ വെച്ചിട്ട് നമുക്ക് ആദ്യം പയറ് വേവിക്കാം. പയറിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ വിസിലടിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കറിൽ നമ്മൾ ഈ പയറും പരിപ്പൊക്കെ വേവിക്കുമ്പോൾ കുറെ ആ പ്രഷറിൽ ഒരുപാട് വെള്ളം പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ പയർ നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മത്തങ്ങ ചേർക്കാം. മത്തങ്ങ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടി ഒരു വിസിലടിച്ചെടുക്കാം. മത്തങ്ങ വേവാനുള്ള ഒരു താമസേ വേണ്ടു. അപ്പൊ അതുകൂടി വേവിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഐറ്റംസ് ചേർക്കാനായിട്ട്. ബാക്കി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും വെള്ളുള്ളിയും കൂടി അരച്ച് ചേർക്കണം. അപ്പോൾ ആ എടുത്ത തേങ്ങയുടെ പകുതിയോളം തേങ്ങ നമുക്ക് അരയ്ക്കാൻ എടുക്കണം. പിന്നെ ബാക്കി പകുതി തേങ്ങ മാറ്റി വെക്കണം. അപ്പോൾ അരപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഈ മത്തങ്ങയും പയറും വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിപ്പാണ് വേണ്ടത്. താളിപ്പിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയാണ് വേണ്ടത്. അപ്പോൾ താളിപ്പ് ചേർക്കാനായിട്ട് നമുക്ക് താളിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ഈ താളിപ്പിലേക്ക് ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. അത് അത്യാവശ്യം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിന്റെ കളറൊക്കെ മാറുന്നൊരു പരുവുണ്ടല്ലോ, ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക്, എന്നാൽ കരിഞ്ഞും പോകരുത്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് നേരെ തട്ടി കൊടുക്കാം. അങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. അപ്പോൾ ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതാണ് ഈ എരിശ്ശേരിയുടെ ഒരു കൂട്ടിന്റെ പ്രത്യേകത. അതിനൊരു നല്ല സ്മെല്ലും ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓണത്തിന് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.